വരൂ ഗൈസ്, ഐറാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കയുണ്ട് എലിശ്ശേരി വെച്ചാലോ. അതിനാദ്യം ചക്ക എടുത്തിട്ടുണ്ട്. ആ ചക്ക എല്ലാം ചമണിയും ചക്കക്കുരെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഇടാം. നമുക്ക് ഇതിനാവശ്യമായ സാധനം ചിരകിയ തേങ്ങ, വെളുത്തുള്ളി, വറ്റൽമുളക്, ചെറിയ ജീരകം. ഇത് അരച്ചെടുക്കാം നമുക്ക്. അപ്പോഴേക്കും കഴുകി വൃത്തിയാക്കിയ ചക്ക നമുക്ക് കുക്കറിൽ വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ യോജിപ്പിച്ച് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് നമുക്ക് കടുക് കാച്ചണം. അതിന് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്ത് ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ചേർത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചിരകിയ തേങ്ങയും ചേർത്ത് ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറം വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നേരത്തെ തയ്യാറാക്കിയ ചക്കയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ കായപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. ഞാനതൊന്നും ചേർത്തില്ല. വേണമെങ്കിൽ ചേർക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചക്ക എലിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.